മക്കാവിൽ ചർച്ചുകൾ എങ്ങോട്ട് പോയാലും ചർച്ചുകൾ കാണാൻ പറ്റും. പക്ഷേ എല്ലാ ചർച്ചുകളും പ്രത്യേക ഒരു ഇതിലും ഭംഗിയോടുകൂടിയാണ് നിർമ്മിച്ചേക്കുന്നത്. അകത്ത് നമ്മൾ കയറുന്ന പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും കാണാനുള്ളൊരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറം കേട്ടോ. പോർച്ചുഗീസുകാർ നിർമ്മിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എല്ലാ ചർച്ചുകളും കൂടുതലും പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചേക്കുന്നത്. മക്കാവ് പണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ളൊരു ഇത് ഇവിടെ ഉണ്ട്. കൂടുതലും ചർച്ചുകൾ എവിടെ പോയാലും ചർച്ചുകൾ കാണാൻ പറ്റും. അത് ഒരു ചർച്ച് മറ്റൊരു ചർച്ചിന് സാമ്യമില്ലാത്ത രീതിയിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതും ഭംഗിയുടെ കാര്യത്തിൽ പറയാനില്ല. പുറത്ത് നിന്നാലും എല്ലാം ഒരു ഒരു ഇതിലാണ് അത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചർച്ചിലോട്ട് വന്ന ഇതില്ല, നമ്മളവിടെ വന്ന് കാണാൻ കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ചർച്ചാണെന്ന് വിചാരിച്ച് ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്. എല്ലാം പൂന്തോട്ടം കണക്ക് നല്ല ഭംഗിയിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം ഇതിവിടെ ഇതാക്കി വെച്ചേക്കാണ്. ഇവിടെ അകത്തോട്ട് ഈ പുറത്തുനിന്ന് കാണാൻ തന്നെ ഇത്രയും ഭംഗിയുണ്ട്. അപ്പോൾ അകത്തേക്കൊന്ന് കയറി നോക്കാം. ചർച്ച് എൻ്റെ അകത്തോട്ടാണ് കേട്ടോ. കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ അകത്ത് പോർച്ചുഗീസുകാർ നിർമ്മിച്ചുകൊണ്ട് തന്നെ മുകൾ ഭാഗമൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. മുകളിലോട്ടൊക്കെ നമ്മൾ ചർച്ചിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ നോക്കിയിരുന്നു പോകും കേട്ടോ. അത്രയ്ക്ക് ഭംഗിയോടുകൂടിയാണ് നിർമ്മിച്ചേക്കുന്നത്. പിന്നെ എല്ലാവരും വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം മുകളിലോട്ടൊന്ന് നോക്കി കാണിച്ചു തരാം. മുകളിൽ എല്ലാ ചർച്ചകൾക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. മുകളിലത്തെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഒന്നിനും ഒന്ന് സാമ്യമില്ലാത്ത മോഡലാണ് ഇവിടെയുള്ള എല്ലാ ചർച്ചകളും. ഇവിടെ വർക്ക് ഇവിടുത്തെ ചർച്ചിനുള്ള വർക്കുകളൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. രക്ഷയില്ല. ഇവിടെ ക്രിസ്മസ് അനുബന്ധിച്ചെല്ലാം ഇതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗം നോക്കി ഞാൻ പറഞ്ഞില്ലേ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ എല്ലായിടത്തും. ഇവിടെ കുറച്ച് വർക്കുകൾ കുറവുണ്ട്. ചില ചർച്ചകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് തന്നെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ. ഈ ഫോണിൽ കാണുന്നതിൻ്റെ ആ ഒരു ഇതല്ല, നേരിട്ട് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ കുറച്ച് നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. കുറച്ച് സമയം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നും പറഞ്ഞു ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ കൂടുതലും ചർച്ചകളായതുകൊണ്ട് ഇനി അടുത്ത ചർച്ചയിലോട്ട് പോകാമെന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, എങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.